ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ദീപാവലി ആശംസകൾ. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബർഫിയാണ്. ആദ്യമായി ഒരു പാനിൽ അരക്കപ്പ് നെയ്യ് ഒഴിച്ച ശേഷം അത് ചൂടാകുമ്പോൾ അതിലേക്ക് നമ്മൾക്ക് 1 കപ്പ് കടലമാവ് ഇട്ട് കൊടുക്കാം. നെയ്യിൽ കടലമാവ് ഒരു 2-3 മിനിറ്റ് ചൂടായ ശേഷം നമ്മൾക്ക് അതിലേക്ക് 1 കപ്പ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. പാൽപ്പൊടിയും കടലമാവും നല്ലതുപോലെ നെയ്യിൽ മിക്സ് ചെയ്ത് 2-3 മിനിറ്റ് അത് മിക്സ് ചെയ്ത് ചൂടാക്കി എടുക്കണം. അതിനുശേഷം അത് മാറ്റി വയ്ക്കാം. പിന്നീട് ഒരു പാത്രത്തിൽ നമ്മൾക്ക് പഞ്ചസാര പാനി ഉണ്ടാക്കിയെടുക്കാം. 1 കപ്പ് വെള്ളം ഒഴിച്ച ശേഷം പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാരയുടെ അളവ് നമ്മളുടെ മധുരത്തിൻ്റെ അളവനുസരിച്ച് എടുക്കാം. കൂടുതൽ മധുരം വേണമെന്നുള്ളവർക്ക് കൂടുതൽ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിവിടെ മധുരം കുറച്ചാണ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് 1 കപ്പ് പഞ്ചസാര ഉപയോഗിച്ചിട്ടില്ല. പഞ്ചസാര ഒരു നുൽപ്പരുവമാകുമ്പോൾ അത് ആ ലായനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായി മിക്സ് ചെയ്യുക. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ലോ ഫ്ലെയിമിൽ ഇത് തയ്യാറാക്കാവുള്ളൂ. തീ കൂടുതലാണെങ്കിൽ പെട്ടെന്നത് കരിഞ്ഞു പോകും. ശേഷം നമ്മൾക്കതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കുക. ഏലക്കാപ്പൊടി ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ട് ഒരു 2 മിനിറ്റ് ഇളക്കി വരുമ്പോൾ അത് തവയിൽ നിന്നും വിട്ടുവരും. പാനിൽ നിന്നും വിട്ടുവരുന്ന പാകമാകുമ്പോഴത്തേക്ക് നമ്മൾക്ക് നെയ്യ് തടവിയ ഒരു പാത്രത്തിലേക്ക് ഈ കൂട്ട് മാറ്റാവുന്നതാണ്. എൻ്റെ കയ്യിൽ ബട്ടർ പേപ്പർ ഇല്ലാഞ്ഞതുകൊണ്ട് ഞാനൊരു പാത്രത്തിലേക്കാണിത് സെറ്റ് ചെയ്യാനായിട്ട് വെച്ചത്. എന്നാലും കുഴപ്പമില്ല, നമ്മൾ ഒന്ന് നെയ്യ് തടവിയ ശേഷം വെക്കണം. ഏത് പാത്രമാണെങ്കിലും കുഴപ്പമില്ല. ഞാൻ പക്ഷേ എടുത്ത പാത്രം കുറച്ച് വലിപ്പം കൂടിയതായതുകൊണ്ട് ഞാൻ മറ്റൊരു പാത്രത്തിലാണ് സെറ്റ് ചെയ്തത്. നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത ശേഷം അതിൻ്റെ പുറമേ നമ്മൾക്ക് നട്ട്സൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ബദാമും പിസ്തയും അണ്ടിപ്പരിപ്പുമാണ് ഇട്ട് കൊടുത്തത്. ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇടുന്നതാണ് നല്ലത്. ഞാൻ ക്രഷ് ചെയ്തിട്ടില്ല, ചെറുതായിട്ട് ഒടിച്ചെടുത്തതാണ്. ശേഷം നമ്മൾക്കത് കട്ട് ചെയ്യാം. ഇനി തണുത്ത ശേഷമാണേലും കട്ട് ചെയ്യാം. ഞാനിത് ഇപ്പോൾ തന്നെ കട്ട് ചെയ്ത് വയ്ക്കുകയാണ്. നമ്മൾക്കിങ്ങനെ കട്ട് ചെയ്ത ശേഷം ഒരു 3 മണിക്കൂർ തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. തണുത്ത ശേഷമാണേലും കട്ട് ചെയ്തെടുക്കാം. ഇതൊരു അടിപൊളി ബർഫിയാണ്. എല്ലാവരും ട്രൈ ചെയ്യണേ. ഹാപ്പി ദീപാവലി.